നമസ്കാരം. IPL ലക്നൗ സൂപ്പർ ജയൻസുമായുള്ള നിർണായക പോരാട്ടത്തിൽ മികച്ച ക്യാപ്റ്റൻസിയിലൂടെ വീണ്ടും കയ്യടി നേടുകയാണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഇതിഹാസ നായകൻ MS ധോണി. പ്ലേ ഓഫ് പ്രതീക്ഷ കാക്കാൻ ജയിച്ചേ തീരുവെന്ന വെല്ലുവിളിയുമായാണ് ഈ മത്സരത്തിൽ ടീം ഇറങ്ങിയത്. ഉജ്ജ്വലമായി ബോൾ ചെയ്ത CSK ബോളർമാർ LSGയെ 7 വിക്കറ്റിന് 166 റൺസിൽ പിടിച്ചു നിർത്തുകയും ചെയ്തു. ധോണിയുടെ തകർപ്പൻ ക്യാപ്റ്റൻസിയാണ് ലക്നൌവിനെ 170 താഴെ റൺസിന് ഇറങ്ങിയൊതുക്കാൻ ചെന്നൈയെ സഹായിച്ചത്. എങ്ങനെയാണ് ധോണിയുടെ ബൗളിംഗ് റൊട്ടേഷനും ഫീൽഡ് ക്രമീകരണവും LSGയെ തകർത്തത് എന്ന് നോക്കാം. ഏകാന സ്റ്റേഡിയത്തിലെ പിച്ചിൽ പേസർമാരെക്കാൾ സ്ലോ ബോളർമാർക്കാണ് ഇമ്പാക്ട് ഉണ്ടാക്കാൻ സാധിക്കുകയെന്ന് വ്യക്തമായതോടെ തന്റെ സ്പിന്നർമാരെ വളരെ മികച്ച രീതിയിൽ ഉപയോഗിക്കുകയായിരുന്നു MS ധോണി ഈ ഒരു മത്സരത്തിൽ. പ്രത്യേകിച്ചും 13നും 17നും ഓവറുകൾക്കിടയിൽ അദ്ദേഹത്തിന്റെ ക്യാപ്റ്റൻസി എടുത്തു പറയേണ്ടതാണ്. ഈ 5 ഓവറിൽ വെറും 26 റൺസ് മാത്രമേ LSGക്ക് നേടാൻ കഴിഞ്ഞുള്ളൂ. 1 വിക്കറ്റ് മാത്രമാണ് ഇതിനിടെ നഷ്ടമായതെങ്കിലും റണ്ണെടുക്കാനാകാതെ അവർ ശരിക്കും വെള്ളം കുടിച്ചു. 12ാം ഓവറിൽ ഇംഗ്ലീഷ് പേസർ ജാമി ഓവർട്ടൺ ആണ് ബോൾ ചെയ്തത്. 2 സിക്സറുകളടക്കം 14 റൺസ് താരം വാരിക്കോരി നൽകി. 3 വിക്കറ്റിന് 95 റൺസ് എന്ന നിലയിലാണ് ലക്നൗ 12ാം ഓവർ അവസാനിപ്പിച്ചത്. 29 റൺസോടെ ക്യാപ്റ്റൻ ഋഷഭ് പന്തും 20 റൺസുമായി ആയുഷ് ബദോനിയുമായിരുന്നു ക്രീസിലുണ്ടായിരുന്നത്. 7 വിക്കറ്റുകൾ കൈവശമുള്ളതിനാൽ ശേഷിച്ച 8 ഓവറിൽ 80 മുതൽ 90 റൺസെങ്കിലും LSG അടിച്ചെടുക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. എന്നാൽ 13ാം ഓവറിൽ തന്റെ കുന്തമുനയായ മദീഷ പതിരാനയെ കൊണ്ടുവന്ന് ധോണി ആദ്യത്തെ അടി കൊടുത്തു LSGക്ക്. ഈ ഓവറിൽ 8 റൺസ് മാത്രമേ ലങ്കൻ പേസർ വഴങ്ങിയുള്ളൂ. 2 ഓവറിൽ 8 റൺസ് വഴങ്ങിയ നൂർ അഹമ്മദിനെ അടുത്ത സ്പെല്ലിനായി ധോണി തിരിച്ചു വിളിക്കുമെന്ന് കരുതിയെങ്കിലും രവീന്ദ്ര ജഡേജയാണ് 3ാം ഓവറിനായി ധോണി കൊണ്ടുവന്നത്. ഈ നീക്കം മാസ്റ്റർ സ്ട്രോക്കായി മാറി. 4ാമത്തെ ബോളിൽ അപകടകാരിയായ ആയുഷ് ബദോനിയെ ജഡേജ മടക്കുകയായിരുന്നു. ധോണിയുടെ മിന്നൽ സ്റ്റെമ്പിംഗ് ആണ് ബദോനിയെ വീഴ്ത്തിയത്. ഈ ഓവറിൽ ലക്നൌവിന് ലഭിച്ചത് വെറും 4 റൺസ്. 15ാം ഓവറിൽ നൂറിനെ തിരികെ കൊണ്ടുവന്ന ധോണി LSGയെ ശരിക്കും പൂട്ടുകയായിരുന്നു. ഈ ഓവറിൽ ലക്നൌവിന് ലഭിച്ച 2 സിംഗിളുകൾ മാത്രമാണ് ആശ്വാസമായത്. ശേഷിച്ച 4ഉം ഡോട്ട് ബോളുകളായി. 16ാം ഓവർ വീണ്ടും പതിരാനയ്ക്ക്. ജഡേജയുടെ ക്വാട്ട പൂർത്തിയാക്കിയതോടെയാണ് ധോണി ഇത്തരമൊരു നീക്കം നടത്തിയത്. ഒരു സിക്സർ വഴങ്ങിയെങ്കിലും 9 റൺസ് മാത്രമേ പതിരാന വഴങ്ങിയുള്ളൂ. 17ാം ഓവറിൽ നൂറിനെ പരീക്ഷിക്കാനുള്ള ധോണിയുടെ നീക്കവും വിജയം കണ്ടു. വിക്കറ്റ് ലഭിച്ചില്ല എങ്കിലും വെറും 3 റൺസ് മാത്രമാണ് അഫ്ഗാൻ സ്പിന്നർ വഴങ്ങിയത്. ഇതോടെ 12ാം ഓവറിൽ 3 വിക്കറ്റിന് 95 റൺസിലുണ്ടായിരുന്ന LSG 17ാം ഓവർ എത്തിയപ്പോൾ വെറും 4ന് 121 റൺസിലേക്ക് ഒതുക്കപ്പെടുകയും ചെയ്തു. ഇത് തന്നെയാണ് ധോണിയുടെ മികച്ച നീക്കമായി കാണപ്പെടുന്നത്. പല ടീമുകളിലും അവരുടെ ക്യാപ്റ്റന്മാർ എന്ത് ചെയ്യണം, പ്രത്യേകിച്ച് ബോളിംഗ് റൊട്ടേഷനിൽ എന്ത് ചെയ്യണം എന്നറിയാതെ ഉഴറുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അവിടെയാണ് ധോണി തന്റെ എക്സ്പീരിയൻസ് കൂടി കണക്കിലെടുത്ത ഇത്തരമൊരു നീക്കം നടത്തി വിജയം നേടിയത്. എന്തായാലും LSG ഒരുപാട് റൺസ് വാരിക്കോരി എടുക്കേണ്ടതായിരുന്നു. അവിടെയാണ് ധോണിയുടെ ഒരു തന്ത്രം വിജയിച്ചിരിക്കുന്നത്.